ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ മുഖത്തൊരു വിഷമം? അച്ചോ, അച്ഛൻ പോളേട്ടിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്ത് പറ്റി പോളേട്ടന്? കുറച്ച് ദിവസമായാലും ഞാൻ കണ്ടിട്ട്. കഴിഞ്ഞ ബുധനാഴ്ച പോളേട്ടിന് കാലുവേദന കൂടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. ഡോക്ടർക്ക് സംശയം തോന്നി ബയോപ്സിക്ക് അയച്ചു. ഇന്നലെ റിസൾട്ട് വന്നേ എല്ലിൽ ക്യാൻസർ ആണെന്ന്. ഈശോ, ചേച്ചി വിഷമിക്കാതിരിക്കേ. ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നല്ല. ക്യാൻസറിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, ചികിത്സിച്ച മാറും. നമ്മുടെ പള്ളിയിൽ കുടിവെച്ച പുണ്യാളനായ മിസ്റ്റർ ജോൺ മരിയ വിയാനിയോട് പ്രാർത്ഥിച്ചിട്ട് എന്തോരം അത്ഭുതങ്ങൾ നമ്മുടെ ഇടയിലുണ്ടായ. ചേച്ചിക്ക് തന്നെ അനുഭവമുള്ളതല്ലേ. ഒക്കെ മാറും. ചേച്ചി സമാധാനമായിട്ട് ചെല്ലേ. ഞാനിന്ന് പോളേട്ടനാണ് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്റെ വിയാനി പുണ്യാളാ, ഇന്ന് ഈ ഇടവകയിലെ അവസാനത്തെ ദിവസമാണെന്നറിയാലോ. വികാരിയായിട്ട് ആദ്യം ചാർജ് എടുക്കണ പള്ളി, അതും വിയാനി പുണ്യാളുടെ മധ്യസ്ഥതയിലുള്ളതാണെന്ന് അറിഞ്ഞപ്പോ സന്തോഷവും സമാധാനമായി. കാരണം പഠിക്കണ സമയത്ത് ഞാനും പുണ്യാളിനെ പോലെ നല്ല അസല് മണ്ടനായിരുന്നല്ലോ. പുണ്യാളം കാണിച്ചെന്ന വഴിയിലൂടെ ഞാൻ പോയിട്ടുള്ളൂ. ദേ അപ്പ കിട്ടിയതാണ് നമ്മുടെ പോളേട്ടനും ജെസ്സിയും. പുണ്യാളിനാട്ട് അവർ രക്ഷിച്ചേ. ഞാൻ ആദ്യമായിട്ട് വീട് വെഞ്ചിരിപ്പിന് പോയ ദിവസം അവിടുന്ന് കിട്ടിയ സൽക്കാരൊക്കെ പുണ്യാളെ ഓർമ്മയില്ലേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഈ ഇടവകയിലെ പുതിയ വികാരിയച്ഛനാ. വീട് വെഞ്ചിരിപ്പിനായിട്ട് വന്നതാ. അയ്യോ അച്ഛൻ, ഞാൻ അറിഞ്ഞില്ല. വാ കയറിയിരിക്കി. ഇരിക്കച്ചോ. ചേച്ചിയുടെ പേര് ജെസ്സി, ചേട്ടന്റെ പേര് പോള്. അതെ. മോളുടെ പേരെന്താ? ജാസ്മിൻ. പള്ളിയിലേക്കൊന്നും വരാറില്ലേ? പുതിയ വികാരിച്ച വന്നൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ അച്ചോ, പള്ളിയിലേക്കൊക്കെ വരാറുണ്ടായിരുന്നു. മോള് കൊയറിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ പോളേട്ടനാണോ പ്രശ്നം? അതൊക്കെ ഞാൻ കണ്ട് ശരിയാക്കിയോളാം. ചേച്ചി പള്ളിയിലേക്ക് വരണം. മോള് കൊയറിൽ പാടും വേണം. അതൊന്നും ശരിയാവില്ല അച്ചോ. പോളേട്ട് ഒരു കേസിൽ പെട്ടിരിക്കുക. ആർക്കും ആളെ കണ്ടുകൂടാ. ആളെ മാത്രല്ല, ഞങ്ങളെയും. എന്ത് കേസാ ചേച്ചി? ഇലക്ഷൻ സമയത്ത് ടൗണില് എതിർ പാർട്ടിക്കാരുടെ ഓഫീസിന് നേരെ പോളേട്ടൻ ബോംബ് എറിഞ്ഞുത്രേ. പാർട്ടിക്കാരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാൾ അതിൽ മരിച്ചു. അതിൽ പിന്നെ നാട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയാ. ഇപ്പം അയൽപ്പക്കക്കാര് വരെ ഞങ്ങളെ അകറ്റി നിർത്തിയിരിക്കുക. പോളേട്ടൻ എന്താ ജോലി? ഫുൾ ടൈം പാർട്ടി പ്രവർത്തനമാണോ? പോളേട്ടിന് ഈ പാർട്ടിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അവർ ഈ കള്ളും കാശും ഒക്കെ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാ. കേസിലിപ്പോ പോളേട്ടനാണോ പോലീസ് പ്രതിയാക്കിയത്? റിമാൻഡിലായിരുന്നു. പുറത്തു വന്നിട്ട് ഒരാഴ്ചയായി. പോളേട്ടൻ പാർട്ടിക്ക് വേണ്ടി കൂറ്റായിട്ടതാന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ മോളുടെയും വിധി. അവൾക്കാണെങ്കിൽ ലോ കോളേജിൽ മെറിറ്റിൽ സീറ്റും കിട്ടി. ഹോസ്റ്റൽ ഫീസ്, ഡ്രസ്സ്, ബുക്ക്, ഇതിനൊക്കെ കാശ് തന്നെ വേണ്ടേ? എന്നാ നമുക്ക് വെഞ്ചിരിപ്പ് നടത്താൻ ചേച്ചി. എല്ലാം ശരിയാവും ചേച്ചി. വികാരിയായിട്ട് ആദ്യത്തെ പള്ളിയാണ് ഇവിടെ. ഈ പള്ളിക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മധ്യസ്ഥൻ മിസ്റ്റർ ജോൺ മരിയ വിയാനി. പോളേട്ടനെ പോലുള്ളവരുടെ പിന്നാലെ നടന്ന് മാനസാന്തരപ്പെടുത്തിയ പുണ്യാളനാ. ദേ ഇത് പുണ്യാളന്റെ പടാ. ഇതിന്റെ പിന്നിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പുണ്യാളം കാക്കും. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അച്ഛാ, പോളേട്ടിന് വേണ്ടി കുർബാനയിൽ ഓർത്തോളും. എതിർ പാർട്ടിക്കാരെ എന്തെങ്കിലും ചെയ്യുന്നാ പറയണേ. പ്രാർത്ഥിക്കാൻ ചേച്ചി. അല്ല, ബോംബേറിൽ മരിച്ചതാരാ? അറിയില്ല അച്ചോ. പ്രായമായ ഒരാളെന്ന് കേട്ടത്. അതിനിവിടെ ടിവിയും പേപ്പറൊന്നും ഇല്ലാത്ത കാരണം ഒന്നും കൃത്യമായിട്ട് അറിയില്ല. എന്നാ ശരി, അപ്പൊ പള്ളിയിലേക്ക് വന്നോളൂട്ടാ. ഞാൻ പുതിയ വികാരിയച്ഛനാ. അത് പള്ളിയിലല്ലേ? ഞാനിവിടെ വെഞ്ചിരിക്കാനായിട്ട് വന്നതാ. എന്നിട്ട് വെഞ്ചരിച്ച എങ്ങനെയുണ്ട്? എന്ത് അപ്പച്ച വികാരച്ചന അങ്ങനൊന്നും പറയല്ലേ. പെണ്ണുങ്ങൾ ഒറ്റക്കുള്ളപ്പോഴുള്ള ഈ വെഞ്ചരിപ്പുണ്ടല്ലോ, അത് ഈ വെമ്പാലപ്പോളിന്റെ വീട്ടിൽ വേണ്ട. അല്ല പോളട്ടെ, ഞാൻ പോടാ പോടാ.
എന്റെ വിയാനി പുണ്യാളാ, പുണ്യാളുടെ ഇടവകയിലെ ഫസ്റ്റ് ഡേ കലക്കി. ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. പുണ്യാളിനെ ഈ ടൈപ്പ് ആൾക്കാരെ മാനസാന്തരപ്പെടുത്തി കുമ്പസാരിപ്പിച്ചേ. സമ്മതിക്കണം പുണ്യാളാ, സമ്മതിക്കണം. ഇതേ നോക്കിയേ, എനിക്ക് എപ്പോഴും കൂട്ടുണ്ടാവണം കേട്ടാ, കേട്ടാ. അതെ, ആരെ വേണമെങ്കിൽ സഹായിച്ചോ, പക്ഷെ വെമ്പാല പോളിന്റെ വീട്ടിലേക്ക് നമ്മുടെ സഹായത്തിന്റെ കാര്യമില്ല. അതെ അതെ, അവന്റെ കുടുംബത്തിന്റെ കാര്യം അവന്റെ പാർട്ടിക്കാര് നോക്കിക്കോളും. അങ്ങനെയല്ല, പോളേട്ടന് വലിയ വരുമാനമൊന്നുമില്ല. മോള് നന്നായിട്ട് പഠിക്കും. നമ്മളൊന്ന് സഹായിച്ചാ ആ കൊച്ചു പഠിച്ച്. അത് ഫസ്റ്റ്. പിന്നെ അവളങ്ങ് നിയമം പഠിച്ചിട്ട് അപ്പന്റെ കേസങ്ങ് ജയിക്കും. അപ്പൊ പിന്നെ വക്കീൽ ബിസിനസ് ഉണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറയാം, അവന്റെ എതിർ പാർട്ടിക്കാരായതുകൊണ്ട് പറയുന്നതല്ല. ഈ കുടുംബത്തിൽ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിലേ നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. അതിന് സഹായിക്കല്ലേ വേണ്ടത്, ഒറ്റപ്പെടുത്താ. ചേട്ടാ ഞാൻ പറഞ്ഞു അച്ഛനൊന്നും പറയണ്ട. എന്തായി പോളെ, ബോംബേഴ്സ് നീ ഉണ്ടതിന്നോ? ബോംബ് കുറച്ച് ബാക്കിണ്ടോ? ഒരെണ്ണം തന്റെ പെരയിലേക്ക് എറിഞ്ഞിട്ട് ഞാൻ പോയി ഉണ്ടതിനാ. ജോണേട്ടാ, രണ്ട് ചായ വിത്തൗട്ട്. നീ അകത്തായ നിന്റെ മോള് പിന്നെ എങ്ങനെയാ പഠിക്കുക? നിന്റെ കുടുംബം എങ്ങനെ ജീവിക്കുക? താൻ തന്റെ പെരയിലെ കാര്യം നോക്കൂ. വെമ്പാല പോളിന്റെ വീട്ടിലെ കാര്യം നോക്കാൻ പോയാലേ പിന്നെ നോക്കാൻ എനിക്ക് കണ്ണുണ്ടാവില്ല. മനസ്സിലായിടോ? ഓ, ഒരു കുടുംബസ്നേഹി. അഹങ്കാരത്തിനൊരു കുറവില്ല. നിന്റെ കുടുംബത്തെ അങ്ങനെ ഇരുന്ന് മറക്കാനുണ്ടെങ്കിലേ എന്തിനെ പോലെ വികാരിയച്ഛൻ പള്ളിയോഗത്തില് നിന്റെ മോൾക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടത്? എന്ത് സഹായത്തിന്? ആ, ഒന്നും അറിയാത്ത പോലെ വെമ്പാല പോളെ നാട്ടുകാരെ ഉറപ്പിക്കും. എന്നിട്ട് ഭാര്യനെയും മോളെയും കൊണ്ട് പള്ളിയിൽ സഹായം ചോദിപ്പിക്കും. നാണണ്ടാ. വക്കീലാവും പഠിക്കണെങ്കിലേ മോളോടെ പാർട്ടി ഓഫീസിൽ സഹായം ചോദിക്കാൻ പറയും. അല്ല പിന്നെ സഹായം കൊടുത്താ എവിടുന്ന്? പള്ളി കമ്മിറ്റി ഒറ്റക്കെട്ടായിട്ട് ചേർത്തില്ലേ, അച്ഛൻ ചമ്മി പോയി. അയാളുടെ വിചാരം അയാളാ വികാരി പുണ്യാളെന്ന്. ഇടവുകാർ പറഞ്ഞ കണ്ടപ്പോൾ ഒരു വികാരിയച്ഛനും വാഴില്ല, വാഴിക്കില്ല. കള്ള പാതിരി, താൻ ആരാടോ എന്റെ മോൾക്ക് വേണ്ടി പള്ളി കമ്പനിയിൽ വക്കാലം നടത്താനായിട്ട്? ജാസ്മിന്റെ ഹോസ്റ്റൽ ഫീസിനും ബുക്സിനൊക്കെ ഒരുപാട് പണം വേണ്ടേ? വേണ്ടടോ, കാശ് നിങ്ങൾ പഠിക്കണ്ടെന്ന്. താൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കണേ? നല്ല മാർക്ക് വാങ്ങിച്ച് ജയിച്ച പോളേട്ടന്റെ മോള് പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യട്ടെ, താൻ അത് അന്വേഷിക്കണ്ട. പോളേട്ടൻ ജയിലിൽ പോയാ പോളേട്ടന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടാ? ഒരു പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കില്ലേ? പോളേട്ടനെ പേടിച്ചിട്ട് ഈ നാട്ടുകാരും. ഒരു വീടിന്റെ എല്ലാമായി ഒരാള് ഇല്ലാതാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അത് പോളേട്ടൻ ആലോചിച്ചിട്ടുണ്ടാ? ജാസ്മിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാ? പിതാവ് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന വേദന അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഒരു ബോംബാക്രമണത്തിലാ എൻ്റെ അപ്പച്ചൻ മരിച്ചേ. ബോംബെറിഞ്ഞവൻ ചെയ്ത തെറ്റിന് അയാളുടെ മകൾ എന്ത് പഴച്ചു? അത് അച്ഛന്റെ അപ്പച്ചനായിരുന്നോ? അതെ. എന്ത് തെറ്റാ എൻ്റെ അപ്പച്ചൻ ചെയ്തേ? ഒരു കെട്ടിടത്തിന്റെ മുന്നിലൂടെ നടന്നതോ? പാവായിരുന്നു. അതിലൂടെ 2 കുടുംബങ്ങൾക്ക് നഷ്ടമുണ്ടായേ. 2 കുടുംബങ്ങൾക്കോ? അതെ, എൻ്റെ പിന്നെ പോളേട്ടൻ്റെ. ഒരു ഗുണ്ടയുടെ ഭാര്യയ്ക്കും മകൾക്ക് നേരെ എത്ര പേർക്ക് സ്നേഹം കാണും? ഞാൻ പെട്ടുപോയതാ. ഒന്നിനുമില്ലാതെ ഒന്ന് ഒഴിഞ്ഞു മാറാനാവാതെ, ഊരി പോരാൻ ആവാത്ത വിധം. ജാസ്മിനെയും ജെസിയെയും സ്നേഹിച്ച് സ്വസ്ഥമായി കഴിയണമെന്ന് ആഗ്രഹം അച്ചു. പക്ഷേ ഇനി കഴിയില്ല അച്ചു. കഴിയും. ആരെ പറഞ്ഞ കഴിയില്ലെന്ന്? ദേ, ഈ ചിത്രത്തിലുള്ള ആളെ പോളേട്ടൻ അറിയോ? ഈ പള്ളിയുടെ മധ്യസ്ഥനാ മിസ്റ്റർ ജോൺ മരിയ വിയാനി. ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴേ പോളേട്ടനേക്കാൾ വലിയ ഭീകരന്മാരെ മാറ്റിയെടുത്തിട്ടുണ്ട്. സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്. പോളേട്ടൻ ഈ പുണ്യാളെ മുറുകെ പിടിച്ചോ, പ്രാർത്ഥിച്ചോ, എല്ലാം ശരിയാവും. എവിടേക്കാ? ഈ ആഴ്ച കോളേജ് തുറക്കല്ലേ, മോള് ഹോസ്റ്റലിൽ പോകുമ്പോഴേക്കും കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് പൈസ എവിടുന്നാ? വികാരച്ചൻ തന്നു. പഠിക്കാനുള്ള ബുക്സും കുറച്ചൊക്കെ വികാരച്ചന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞു. പക്ഷേ പള്ളി കമ്മിറ്റിക്ക് വെച്ച അപേക്ഷ തള്ളിക്കളഞ്ഞില്ലേ? അത് പള്ളിന്നല്ല, അച്ഛന്റെ അപ്പച്ചൻ മരിച്ച വകയിൽ ഇൻഷുറൻസ് കിട്ടിയതാത്രേ. കടായിട്ടേ തന്നത്. ജോലി കിട്ടുമ്പോ കുറേശ്ശേ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛൻ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്ത് പറയണ പോളേട്ടാ? അച്ഛാ, കേസിന്റെ ട്രയൽ തുടങ്ങുക. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോളേട്ടാ, വിയാനി പുണ്യാളം കാക്കും. ദൈവഹിതം സ്വീകരിക്കാൻ തയ്യാറാവുക. അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിനെ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായും. അച്ഛൻ പൊറുക്കണം. ഞാൻ കാരണം അച്ഛൻ്റെ അപ്പച്ചൻ, ആ അപ്പച്ചൻ്റെ ജീവന്റെ വില തന്നെയാ എൻ്റെ മോളുടെ ജീവിതം തുടങ്ങാൻ കാരണമായത്. അതൊക്കെ കഴിഞ്ഞില്ലേ പോളേട്ടാ? ചെല്ലു പോളേട്ടാ, ഞാൻ പ്രാർത്ഥിക്കാം. എന്നാലും എൻ്റെ പുണ്യാളം പോളേട്ടനെ ഞെട്ടിച്ചുട്ടാ. കൃത്യമായിട്ടുള്ള തെളിവില്ലാത്ത കാരണം കോടതി പോളേട്ടനെ വെറുതെ വിട്ടു. അതോടെ പോളേട്ടൻ പുണ്യാളന്റെ ചങ്കായി. ഇനിയിപ്പോ പോളേട്ടനെ പുണ്യാളം തന്നെ കാത്തോളണം കേട്ടാ. നമ്മുടെ ജാസ്മി മോൾക്കൊരു 2 വർഷം കൂടി ഉണ്ട് കോഴ്സ് പൂർത്തിയാവാൻ. പള്ളി കമ്മിറ്റിക്കും ഇപ്പോ പോളേട്ടനെ വലിയ കാര്യാ. എന്നാലും പുണ്യാളം അവർക്കൊരു ധൈര്യം കൊടുക്കണം കേട്ടാ. എന്താ പോളേട്ടാ, എന്താ പറ്റിയേ? ഒരു കാലുവേദന, ഡോക്ടർ കാണിച്ചപ്പോ അത് ക്യാൻസറായി. അതെ, പേടിക്കൊന്നും വേണ്ട. പഴയ പോലൊന്നും അല്ല. ക്യാൻസറിനൊക്കെ ഇപ്പൊ ചികിത്സയുണ്ട്. പിന്നെ പൈസേനെ കുറിച്ച് ടെൻഷനൊന്നും വേണ്ട, എല്ലാം സെറ്റാണ്. എനിക്ക് ടെൻഷനൊന്നുമില്ല അച്ചോ. ഈ ക്യാൻസറും വേദനയൊക്കെ ഞാനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേരെ വേദനിപ്പിച്ചതിന് ഒരു ചെറിയ പരിഹാരം. പിന്നെ ജെസ്സിയുടെയും ജാസ്മിൻ്റെയും സങ്കടം കാണുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛൻ്റെ കൂട്ടുകാരനോട് പദം പറയും. എൻ്റെ കൂട്ടുകാരനോ? നമ്മുടെ വിയാനി പുണ്യാളനുമായി കൂട്ടുകൂടിയ പിന്നെ എനിക്കൊരിക്കലും നിരാശയും ദുഃഖവും ഉണ്ടായിട്ടില്ല. പോളേട്ടന് മാത്രമല്ല, ഒത്തിരി പേർക്ക് മാനസാന്തരത്തിനും ആശ്വാസത്തിനും കാരണം ഈ വിശുദ്ധ ജോൺ മരിയ വിയാനി. പോളേട്ടൻ പുണ്യാളനോട് പ്രാർത്ഥിച്ച മാത്രം പോരാ, പോളേട്ടനെ പോലുള്ളവർക്ക് പുണ്യാളനെ പരിചയപ്പെടുത്തുകയും വേണം. ചെയ്യുന്നുണ്ടച്ചു. വിയാനി പുണ്യാളനെ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം എൻ്റെ ജീവിതത്തിലെ പുണ്യാളനെയും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. എല്ലാ അച്ഛന്മാരും വിശുദ്ധ ജോൺ മരിയ വിയാനി ആകട്ടെ.